മഹാഗുരു ശരണം. ഇന്ന് 2025 മെയ് 4 ഞായറാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ചില ഇത് പറയുന്നു, ഇത് ക്യാമറ പൊസിഷൻ ശരിയല്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയാ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതിനെക്കുറിച്ച് പരിമിതമായ അറിവേ ഉള്ളൂ, ക്യാമറ ടെക്നിക്ക്. അപ്പോൾ ഒരു ട്രൈപോഡ് വെച്ച് അതിൽ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ക്യാമറയെ നോക്കിയാണ് സംസാരിക്കണം. ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിലേക്ക് നോക്കും, അങ്ങനെ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നത്. രണ്ടാമത് ക്യാമറയുടെ ഒരു ടെക്നിക്കും എനിക്കറിയില്ല, എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങുമ്പോൾ തൊട്ട് തീരുമ്പോൾ വരെ ആ കൈ പ്രസ് ചെയ്യുന്നതെല്ലാം അതിൽ വരുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കുകളൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കറിയില്ലാത്ത കാര്യം അറിയില്ല എന്ന് പറയാൻ മടിയില്ല. അപ്പോൾ ഇതിൽ ഒരു കമൻറ്റ് വന്നത് കുറി തൊടുന്നതിൻ്റെ പ്രാധാന്യം ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഏതെങ്കിലും ഭസ്മം തൊടണം, കുറി തൊടണം, ചന്ദനമാകട്ടെ, കുങ്കുമാകട്ടെ, അല്ലെങ്കിൽ മഞ്ഞളാകട്ടെ എന്ന് തൊടണം എന്നുള്ളൊരു വിശ്വാസ പ്രമാണമുണ്ട്, സ്ത്രീകൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എൻ്റെ ഗുരു പറഞ്ഞു തന്നത് കൂടാണ്ട് ഇപ്പം ഞങ്ങൾ എൻ്റെ 9ാമത്തെ വയസ്സിൽ ഉപനയനം നടന്ന, ഇപ്പം എനിക്ക് 56 വയസ്സ് കഴിഞ്ഞു. അപ്പം 45 വർഷമായിട്ട് ഗായത്രി ജപിക്കുകയും സന്ധ്യാവന്ദനത്തിൻ്റെ ഉപാസന ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഉപാസനകൾ അത് പൂർണ്ണമായിട്ടും നടന്നില്ലെങ്കിലും ഗായത്രി കമ്പൽസറി ചൊല്ലും കാര്യം. അപ്പോൾ അന്ന് തൊട്ട് ഈ കുറി തൊടുക എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്, മനസ്സിലായി. അത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഗോപീചന്ദനാണ്. ഈ ഗോപീചന്ദനം പറയുന്നത് വൃന്ദാവനത്തിലെ ഒരു മണ്ണ് കുഴച്ചുണ്ടാക്കുന്നതാണെന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഗൂഗിളിൽ പോയാൽ ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ ഇത് എൻ്റെ ഗുരു എൻ്റെ ഞങ്ങളുടെ കുടുംബ പുരോഹിതനുണ്ടായിരുന്നു ശ്രീ ഗോപാലവാദ്യാർ അവർകൾ, ശ്രീ നാരായണവാദ്യാർ അവർകൾ. അവരായിരുന്നു എൻ്റെ ഉപനയനത്തിൻ്റെ സമയത്ത്. ഇത് രണ്ടുപേരും ഇല്ല ഇപ്പോൾ. ഞങ്ങളുടെ കുടുംബ പുരോഹിതൻ ശ്രീ നാരായണ വാദ്യാർ അവരുടെ മകൻ ശ്രീ സന്തോഷ് വാദ്യാരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് കേൾക്കണത് 86-87 കാലഘട്ടത്തിൽ ദൂരദർശനിലെ ഒരു ഇൻ്റർവ്യൂവിൽ ദേവസ്വം ബോർഡ്, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഒരു ഫിസിക്സ് അധ്യാപകനിൽ നിന്നാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമാണ് ഈ കുറി തൊടുന്നതിൻ്റെ ഇവിടെ ആജ്ഞാചക്രത്തിൻ്റെ പ്രാധാന്യം. അത് അവിടെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാണ്ടിരിക്കാനാണ് ഇത് തൊടുന്നതെന്നൊക്കെ അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്ത്രീകൾ അത് തൊടേണ്ടതിൻ്റെ പ്രത്യേകത അദ്ദേഹം പറയുന്നുണ്ട്, മനസ്സിലായി. അന്ന് ഈ ഒട്ടിപ്പോ പൊട്ടൊന്നും ഇല്ലായിരുന്നു, മറ്റേ എന്താ പശയുള്ള പൊട്ടൊന്നും ഇല്ലായിരുന്നു. അന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുങ്കുമം ഇങ്ങനെ റൗണ്ട് ചെയ്യുമായിരുന്നു അന്നത്തെ കാലത്ത്, 86-കളിൽ. അതിന് ശേഷമാണ് ഈ ഒട്ടിക്കുന്ന പൊട്ടുകളൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആജ്ഞാചക്രത്തിൻ്റെ പ്രൊട്ടക്ഷൻ, അഥവാ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ മെയിൻ സെൻറ്റർ എന്താണ്, പീനിയൽ ഗ്ലാൻഡ് ആണെന്ന് പറയാം, ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ആണെന്ന് പറയാം. ഇപ്പം ഞങ്ങൾ സന്ധ്യാവന്തനം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ ഗോപി തൊടണം, ഇവിടെ തൊടണം, ഇവിടെ തൊടണം, ഇവിടെ തൊടണം, മനസ്സിലായി. എന്നിട്ട് പുറകിൽ പിന്നെ അത് ശിഖായി വഷട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ക്രിയ ചെയ്യാനുണ്ട് പുറകിലത്തെ ഭാഗത്ത്. പുറകിൽ ചന്ദനം തൊടുകയില്ല, പക്ഷെ അതിന് പകരം കുടുംബ വെക്കണമെന്നാണ്, മനസ്സിലായി. ഇവിടെ അപ്പോൾ നമ്മുടെ തേടൈ മാസ്റ്റർ പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് ബിന്ദു വിസർഗ മണ്ഡലം എന്ന് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബ്രാഹ്മണർ അതുകൊണ്ടാണ് ഇവിടെ കുടുംബ വയ്ക്കണത്. ഇവിടെ ഈ പൊട്ടു തൊടുന്നതിൻ്റെ പുറകിലാണ് ഈ കുടുംബ വയ്ക്കണത്. അതിപ്പോൾ പലരും പുതിയ തലമുറ പലരും അനുവർത്തിക്കുന്നുണ്ട്, പലരും ഇപ്പോൾ അതില്ലാത്തവരും മുടി വളർത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അബാക് മീഡിയയിൽ ഞാനുമായിട്ട് ഇൻ്റർവ്യൂവിന് ഇരുന്ന ശ്രീ റോജിൻ സാറ് മുടി വളർത്തുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഇത് കെട്ടിയിട്ടാണ് നടക്കുന്നത്. വേറൊന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾക്കും ഞാൻ പോയിട്ടുള്ളത് കേട്ടോ. അദ്ദേഹം മനസ്സിനെക്കുറിച്ച്, മെസ്മറിസം, ഹിപ്നോസിസ്, അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ പല ആൾക്കാരുടെ ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അത് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സൂചിപ്പിക്കുക, നമുക്ക് അറിവുകൾ പല മേഖലകളിൽ നിന്നാണ് കിട്ടുന്നത്, ഒരിടത്ത് നിന്ന് നിൽക്കുന്നില്ല. അപ്പോൾ കുറി തൊടുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞ്, 2 നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്, 1 നെറ്റി തലഭാഗത്തും, 2 വയറിൻ്റെ ഭാഗത്തും, മനസ്സിലായി. ഇപ്പോൾ ചിലപ്പോൾ ചില ലേഖനങ്ങളിൽ കേൾക്കാം, ചില ഇതിൽ പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, റൈസപ്പിൽ ഇത് പറയാറുണ്ട്. കാര്യം ന്യൂറോൺസ്, തലയിൽ ന്യൂറോൺസ് ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ വയറിലും കുറേ ന്യൂറോൺസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരാളുടെ മനസ്സിലേക്ക്, മനസ്സിൻ്റെ കേന്ദ്രം തലച്ചോറാണെന്ന് പറയുന്നുണ്ട്, അതിൻ്റേക്ക് പോകാനുള്ളതിൻ്റെ വഴി വയറാണെന്ന് പറയും. കാര്യം ടേസ്റ്റി ഫുഡ്സ്, മനസ്സിലായ. അത് തന്നെയാണ് കൂടോത്രത്തിലും വരുന്നത്. ഉള്ളിൽ കൊടുത്തിട്ട് ഇത് തന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഇത് കൂടോത്രത്തിൽ വരുന്നുണ്ട്. കൂടോത്രത്തിൽ വരുന്നത് ക്ലിയർ ആയില്ല. പിന്നെ വേറൊരു ചോദ്യം പേഴ്സണലി വന്നതാണ്, ഉപ്പിടാത്ത ഭക്ഷണ സമയക്രമം എന്ന് പറഞ്ഞാൽ അത് വടക്കേ ഇന്ത്യയിൽ, മലയാളി തന്നെ വടക്കേ ഇന്ത്യയിലുള്ള ഒരാളാണ് ചോദിച്ചത്. കാര്യം അവിടെ ഇത് ആചരിക്കുന്നതാണ്.
ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും. കാര്യം ഇത് ഹൈന്ദവ ആചാരമാണ്, പാരമ്പര്യ ആചാരമാണ്. ഇപ്പൊ നിന്നുപോയി. പണ്ട് ഷഷ്ടി, ഏകാദശി, വാവ് ആചരണം ഉണ്ടായിരുന്നു. ഒരിക്കൽ നോക്കും, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ, തീർത്ഥസേവ മാത്രം ചെയ്യുന്നവർ, ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നവർ, പല രീതിയിലുണ്ട്. ഇന്ന് കാലം മാറിയപ്പോൾ മാറി. ഹൈന്ദവ ആചാരങ്ങൾക്കെല്ലാം മൂല്യച്യുതി വന്നു. പക്ഷെ ബാക്കി ഇതിന്റെ ആചാരം അത് കൃത്യം പോലെ എല്ലാവരും പിന്തുടരുന്നുണ്ട്. അപ്പോ ഈ അദ്ദേഹം ചോദിച്ച കാര്യം, അവിടെ അസ്തമയം കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഈ കാര്യത്തിൽ അനുവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ആ കൂട്ടുപായസം എള്ളിട്ട് വെച്ചിട്ട് കാക്കയ്ക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പൊ ചായ പോലും അതിനു മുമ്പ് കുടിക്കാറില്ല, ബെഡ് കോഫി പോലും അതിനു മുമ്പ് കുടിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നവരെയുള്ള ആഹാരം അത് തന്നെയാണ്. പിന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് കേട്ടോ. അതിന്റെ ആധികാരികമായിട്ട് ഏതാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഗുരുവും ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തി തിരുവേനി പറഞ്ഞു തന്നത് ഇതാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ചിലർ ചോദിച്ചു, ഈ തേങ്ങ വെച്ച് നെഗറ്റീവ് എനർജിയെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഏത് എനർജിയും തേങ്ങ അബ്സോർബ് ചെയ്യും. തേങ്ങ വേണ്ട, നമ്മുടെ കൈ വെച്ച് നോക്കാം. നമ്മുടെ കൈ ഒരു ഉപാസനകളുണ്ട്. ഇങ്ങനെ തൊഴുന്ന ആൾക്കാരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ പഞ്ചഭൂതങ്ങളുടെ ടെക്നിക്ക്, ആ ഓരോ വിരലിന്റെ ഓരോ പഞ്ചഭൂതങ്ങളുടെ ടെക്നിക്ക് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടില്ലേ? അതൊക്കെ നോക്കുമ്പോൾ പതുക്കെ കയ്യിൽ വൈബ്രേഷൻ വന്നു തുടങ്ങും. നിങ്ങളൊന്നും വേറെ ഒരു കോഴ്സും ചെയ്യണമെന്നില്ല. അതൊന്നും ചെയ്യാത്ത ചിലരാണ് കയ്യിൽ തേങ്ങ വെച്ചിട്ട് ഇത് ചെയ്തവർ. ഞാൻ പറഞ്ഞില്ലേ, കാസർഗോഡുള്ള 75 വയസ്സുള്ള ചേച്ചി, തിരുവനന്തപുരത്തുള്ള 66 വയസ്സുള്ള ചേച്ചി, 65 അതെനിക്കറിയില്ല, എന്നെക്കാളും മൂത്തതാണ്. ഇവരൊക്കെ ഇത് വെച്ച് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ ഒരു എനർജി എന്ന് പറയുന്നത് സാന്നിധ്യമാണ്. അത് പറയാം, ഈ എനർജി എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് സാന്നിധ്യമാണ്, സാന്നിധ്യത്തിനാണ്. ആത്മാവിന്റെ സാന്നിധ്യം, അത് ആത്മാവ് നല്ല ആത്മാവോ നല്ലതല്ല ആത്മാവോ അതിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യമാണ് കാണിക്കുന്നത്. അപ്പൊ ആ സാന്നിധ്യം തേങ്ങയിലല്ല കാണിക്കുന്നത്, നമ്മളിലെ ഓറയിലൂടെയാണ് തേങ്ങയിലേക്ക് വരുന്നത്. ആ സാന്നിധ്യം തേങ്ങയിലേക്ക് ഡയറക്റ്റ് കിട്ടും. പക്ഷേ അതൊരിക്കലും തേങ്ങ ഡയറക്റ്റും അറിയില്ല. തേങ്ങ നമ്മൾ കയ്യിൽ വെക്കുമ്പോഴത്തേ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാവും. അത് ഏത് സാന്നിധ്യവും നമുക്ക് ആ തേങ്ങ വെച്ച് നോക്കാം. അത് നമ്മൾ എന്താണ് അതിന് പിൻ പോയിന്റ് ചെയ്യുന്നത്, മനസ്സിലായി? അപ്പൊ ദയവ് ചെയ്ത് നെഗറ്റീവ് എനർജി നോക്കാണ്ടിരിക്കുക. കാര്യം അത് സ്വാധീനിക്കുന്നത് ഓറയാണ്. പിന്നെ ഈ നെഗറ്റീവ് എനർജി അത് എന്ത് ചെയ്യാം, മാറ്റാം. അതിന് ക്രിസ്റ്റൽ ഉപ്പ് നല്ലതാണ്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനേക്കാളും ഫലപ്രദം ഈ ഗുരുസി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി, ശുദ്ധമായ മഞ്ഞപ്പൊടി. അത് പച്ചമഞ്ഞൾ അരച്ച് ഉണ്ടാക്കിയാൽ നല്ലത്. എന്നിട്ട് അതിൽ കുറച്ച് ചുണ്ണാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു റെഡ് കളറാകും. റെഡ് കളറായി ഇത് വീടിൻ്റെ നടുവിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് കുറേ പോസിറ്റീവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരിതാണ് കേട്ടോ. അതാണ് ഈ പല ദേവീ ക്ഷേത്രങ്ങളിലും ഗുരുതി പ്രസാദത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നതിൻ്റെ കാര്യം അതാണ്. പിന്നെ ഈ ഇപ്പോൾ ഇന്നലെ കുറച്ച് പേരെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ വീഡിയോ കോൾ ചെയ്തത് ഒരാൾ ഇങ്ങനെ ഫോൺ വിളിച്ച് പ്രശ്നങ്ങൾ പറയും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ വീഡിയോ കോൾ ചെയ്യണമെന്ന് തോന്നി. അവർ ഫ്രീ ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ജപിക്കുകയാണ്. അദ്ദേഹത്തിനോട് ഒരു സാധനം കയ്യിൽ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിന് എന്തോ ഒരു എനർജി ശരീരത്തിൽ കയറിയിട്ടുണ്ട്. ഇത് പറഞ്ഞ് ഞാൻ കണ്ണടച്ചു. അപ്പം ഞാൻ ഇയർഫോൺ വെക്കും, ഇയർഫോൺ താഴെ ഇടും. കാര്യം അപ്പുറത്തെ സൗണ്ട് എനിക്ക് ഡിസ്റ്റർബ് ആകരുതുകൊണ്ട്, ഞാൻ ചെയ്യുന്ന ആ കോൺസെൻട്രേഷന് ബാധകമാകരുത്. പക്ഷേ ഇത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ എന്തോ മനസ്സിലായി. ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തിയെ ആരോ പിടിച്ച് ഇത് ചെയ്യുന്ന പോലെ തല ഇങ്ങോട്ടിടുന്ന് നാക്ക് പിടിച്ച് ആരോ വലിക്കുന്ന പോലെ പല അവസ്ഥകൾ. അപ്പൊ ആ വീട്ടിൽ വേറെ ആരുമില്ല, അദ്ദേഹത്തിന്റെ പത്നിയോ ആരുമില്ല. എന്നാ മദ്യപാനിയല്ല കേട്ടോ, ഇനി മദ്യപിച്ചിട്ടാണ് ഇതാണെന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ആ എടുത്ത സാധനം നിങ്ങൾ എടുത്തിട്ട് കഴുത്തിന്റെ അടുത്ത് വെക്കൂ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. കാര്യം ഇദ്ദേഹത്തെ ഇത് ചെയ്യുന്നതിൽ നിന്ന് ആരോ തടയുകയാണ്. അതോടൊപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുടുംബദേവത ഭദ്രകാളിയാണ്. അപ്പോൾ ആ ഭദ്രകാളിയെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. ഭദ്രകാളി, അപ്പം ഞാനും അതനുസരിച്ചുള്ള ഉപാസനകൾ. കാര്യം എന്ത് വന്നാലും ഈ എനർജി സാന്നിധ്യം നമ്മൾ ഏതെങ്കിലും രൂപങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം, എങ്കിലാണ് അതിന് പെട്ടെന്ന് ഫലം കിട്ടുന്നത്. ബ്ലൈൻഡായിട്ട് നമുക്ക് അത് പെട്ടെന്ന് കിട്ടുമായിരിക്കാം. പക്ഷെ എൻ്റെ അനുഭവത്തിലുള്ള ഞാൻ പറയുകയാണ്. അത് പറഞ്ഞപ്പോൾ അവിടെ ആ റൂമിൽ ഞാനിങ്ങനെ ക്യാമറയിൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് പ്രകാശം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ അദ്ദേഹത്തിന് ആശ്വാസമായി. ചിലപ്പോൾ തോന്നലുകളായിരിക്കാം, മനസ്സിൻ്റെ തോന്നലുകൾ. ഇതെന്ത് സംഭവമാണെങ്കിലും മനസ്സിനെയാണ് ബാധിക്കുന്നത്. ശനിയാണെങ്കിലും എനർജീസ് ആണെങ്കിലും സാന്നിധ്യമാണെങ്കിലും മനസ്സിനെയാണ് ബാധിക്കണം. മനസ്സെന്ന് പറയുന്നത് ഒരു പ്രഹേളികയാണ്.
എന്തെന്നൊക്കെ നമുക്ക് പറയാം, എന്തുവാകട്ടെ. അപ്പോൾ ഇതിലാണ് പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉപാസനാമൂർത്തികളുടെ പ്രാധാന്യം അവിടെ. അപ്പം നമുക്ക് ഉപാസനാമൂർത്തികൾ, ഇപ്പം എനിക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുലദേവതയുണ്ട്. ജന്മം കൊണ്ട് ഞാൻ വത്സഗോത്രത്തിൽ ജനിച്ച ആളാണ്. വത്സഗോത്രം പൈ സരണയും ആകുമ്പോൾ ഞങ്ങൾക്ക് ദാമോദർ ലക്ഷ്മി നാരായണനാണ് കുലദേവത. ഇത് കൽപ്പിച്ചു തന്നത് പരശുരാമ മഹർഷിയാണ് ഗോവയിൽ, ഗോമന്തക ദേശത്ത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ അധികം എന്ന് പറഞ്ഞാൽ 5000-ഓളം വർഷങ്ങളായി കാണും. അപ്പോൾ അങ്ങനെ കുലദേവതകളുള്ള കുറേ കുടുംബങ്ങളുണ്ട്, മൂലകുടുംബങ്ങളുള്ള ദേവതയുണ്ട്. ഈ മൂലകുടുംബങ്ങൾ കൂടാണ്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് രക്ഷണമായിട്ട് ചില തട്ടകത്തിലെ ദേവതയുണ്ട്, അല്ലാണ്ട് ഇവരുടെ വീടുകളിൽ ദേവതയുണ്ട് പലരുടെയും. അപ്പം ഈ ദേവതകളൊക്കെ മിനിമം 4 തറ, ഇവർ കൂടാണ്ട് ഇവരുടെ അച്ഛൻ, അപ്പൂപ്പൻ, മുതുമുത്തച്ഛൻ, ഈ 3 പേര് ആചരിച്ച് വന്നതാണെങ്കിൽ അത് നമ്മുടെ ജീനിൽ, ആ ദേവതകളുടെ സ്വാധീനം നമ്മുടെ ജീനിലുണ്ട്. മനസ്സിലായോ? ആ ജീനിലുണ്ടാവും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ദേവതകളെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ അതിൻ്റെ ആ സാന്നിധ്യം നമ്മളിൽ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ അത് ഉപാസനാമൂർത്തിയാണ്. ഈ കുടുംബദേവത, മൂലകുടുംബം അല്ലെങ്കിൽ സ്വന്തം പറമ്പിലോ ആ ഭാഗത്തോ ഉള്ള ദേവത ഉപാസനാമൂർത്തിയായിട്ട് വരുന്നത് അങ്ങനെയാണ്. ഗ്രാമദേവത ഉപാസനാമൂർത്തി, നമ്മൾ ഉപാസനാമൂർത്തി എന്ന് സങ്കല്പിച്ചില്ലെങ്കിലും ആ ഉപാസനാമൂർത്തിയുടെ ഫലം തരും. കാര്യം പല ആൾക്കാർക്കും നടന്നിട്ടുണ്ട്. ഇപ്പോൾ പലരെയും വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് അവരുടെ ദേവതകളുടെ സാന്നിധ്യമാണ്. അത് വെച്ചാണ് പല പരിഹാരങ്ങളും ഞാൻ പറയുന്നത്. അത് ചെയ്യുക, അവിടെ ലളിതമായിട്ട് ചെയ്യുക. അതിൽ കളറുകൾ യൂസ് ചെയ്യും, നവഗ്രഹങ്ങളുടെ കളർ യൂസ് ചെയ്യും, നവഗ്രഹങ്ങളുടെ ധാന്യം യൂസ് ചെയ്യും. അപ്പൊ ഈ നവഗ്രഹത്തിൽ പെടാത്തൊരു ധാന്യമാണ് ഇത് എന്താണ്, കുരുമുളക്. കുരുമുളക് ചില കാര്യത്തിന് വളരെയധികം പ്രത്യേകിച്ച് ബ്ലാക്ക് എനർജി മാറ്റാനായിട്ട് ഉള്ളൊരു സാധനമാണ് കുരുമുളക്. അത് ഞാൻ അബാക്കിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് നവധാന്യങ്ങളിൽ പിന്നെ മെയിനായിട്ടുള്ളതാണ് ഉഴുന്ന്, എള്ള്, അതുപോലെ മുതിര. മനസ്സിലായോ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറേയധികം പരിഹാരങ്ങൾ ചെയ്യാം. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ചീട്ട് മാത്രം ആക്കിയത് കൊണ്ട് കംപ്ലീറ്റ് ആയില്ല. അല്ലെങ്കിൽ ആ ചീട്ടാക്കുന്നതോടൊപ്പം ആ ദിവസം അവിടെ നിന്ന് നമ്മുടെ യഥാശക്തി സേവ ചെയ്യണം. അതൊന്നും ചെയ്യാൻ എല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഒരുമാതിരി എല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പലർക്കും പ്രയോജനകരമാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിലൊരു കാര്യം പറയാം, ഇതിലൊന്നും എനിക്ക് കോപ്പിറൈറ്റ് അവകാശമില്ല. ഇത് ഞാൻ പലയിടത്തുനിന്ന് ശേഖരിച്ചാണ്. ഇത് ആദ്യം എനിക്ക് അറിവ് കിട്ടിയത് ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങൾ തുടർന്ന് വരുന്ന ആചാരങ്ങളാണ്. അതിലാണ് ഈ കൈത്തിരി. ഞങ്ങൾ കൈത്തിരി കൊളുത്തുന്ന ആൾക്കാരായിരുന്നു പണ്ട് തൊട്ടേ. കാര്യം ഞങ്ങൾ ഗോവ വിട്ട് വരേണ്ടി വന്നു. അപ്പം ഞങ്ങളുടെ കുലദേവതകൾക്ക് ഞങ്ങൾ വീട്ടിൽ തുളസിത്തറയിൽ വിളക്ക് വെക്കുന്നത് കൂടാണ്ട് കൈത്തിരി എന്ന് പറഞ്ഞാൽ കോൽത്തിരി കൊളുത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഞങ്ങളുടെ സമുദായം പല ആൾക്കാരും പല ഉദ്ദിഷ്ട കാര്യത്തിന് ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇത് തന്നെ ചില പൂജകളുടെ കാര്യത്തിന് ചെയ്യുന്നുണ്ട്. ചില പൂജകളുടെ കാര്യത്തിന് ഈ ഒരു സമ്പ്രദായം ഇത് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും ഗുരുജി എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ ഗുരുവല്ല, എൻ്റെ അനുഭവങ്ങൾ മാത്രമാണുള്ളത്. എനിക്ക് വേറൊരാളെ ആത്മതലം ഉയർത്താനുള്ള കഴിവില്ല. അങ്ങനെ ആത്മതലം ഉയർത്തുവാനും അത് ഇറിക്കവറബിൾ ആൻഡ് ഒന്നും ഒരു ഇതും ഇല്ലാണ്ട് അങ്ങനെ ഒരാളുടെ ആത്മതലം ഉയർത്താൻ കഴിയുന്നവർ മാത്രമാണ് ഗുരുതലത്തിലേക്ക് പോകുന്നത്. അപ്പം ഞാനൊരു ഗുരുവല്ല. ചിലരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലൊന്നും എന്നെ ചേട്ടാന്നോ സാറേന്നോ അനിയാന്നോ വിളിച്ചാലും എനിക്ക് തൃപ്തിയാണ്. അപ്പം ഗുരുജി എന്ന് പറയുന്നത് ഞാൻ ആ ഘടകത്തിലേക്ക് വരുന്നില്ല, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതുപോലെ എനിക്ക് ദീക്ഷ നൽകാനോ ഇത് ചെയ്യാനോ ഒന്നും അറിയില്ല. പലരും ചോദിക്കുന്നുണ്ട് ദീക്ഷ നൽകുമോ ഇത് ചെയ്യുമോ ഒന്നുമില്ല. ഈ തേങ്ങയുടെ എനർജിയുടെ കാര്യത്തിലാണ് എല്ലാവരും ചെയ്യണത്. പക്ഷേ എല്ലാവർക്കും പതുക്കെ ഈ സാധനം കിട്ടും. കാര്യം നമ്മളിലെല്ലാം ഓറയുണ്ട്, നമ്മളിലെല്ലാം വൈറ്റൽ എനർജി പല പേര് പറയുന്നുണ്ട്. പക്ഷേ ഡിവൈൻ എനർജി, ദൈവികമായ എനർജി നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സാന്നിധ്യം നോക്കാം. പക്ഷേ സാന്നിധ്യം നോക്കുന്നത് ദൈവികമായ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമായിരിക്കണം നോക്കണം. പിന്നെ വേറൊരാൾ പേഴ്സണലി ആത്മാക്കളെക്കുറിച്ചുള്ളൊരു അവരുടെ അനുഭവത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഇന്ന് കുറച്ച് വർക്കുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ആ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങളേവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ മനോകാമനാവിഷ്ടങ്ങളും നടക്കാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സർവീസ്, പ്രൊഫഷൻ, ജോലിയിൽ അവർ ജോയിൻ ചെയ്ത് അവർക്ക് അതാത് കുലത്തിന്
അനുയോജ്യമായ സംസ്കാര സമ്പന്നരായ ജീവിത പങ്കാളി ലഭിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ഉദ്യോഗമോ ബിസിനസ്സിലോ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകാനും, അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിലും ഏത് സമയത്തും, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, കുട്ടികളുടെ പഠന സ്ഥലങ്ങളിലാകട്ടെ, പഠനാവശ്യത്തിന് താമസിക്കുന്ന സ്ഥലത്താകട്ടെ, പഠന കാര്യങ്ങൾക്കുള്ള യാത്രകളിലാകട്ടെ, അവർക്ക് പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ കിട്ടുവാനും, അതുപോലെ എല്ലാവരുടെയും കുലദേവത, കുടുംബദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, ഉപാസന മൂർത്തികൾ, പിതൃക്കന്മാർ, ഇവരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും സദാ സർവദാ സർവത്ര പോസിറ്റീവായ കാര്യങ്ങൾ നടക്കാനും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവികമായ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാനും, അത് ചെയ്തതിന് ദൈവം എന്ന് പറയുന്ന ശക്തി തഥാസ്തു എന്ന് പറഞ്ഞിട്ട് 100 ഇരട്ടിയാണ് തിരിച്ചു തരുന്നത്. ആ 100 ഇരട്ടി ഫലങ്ങൾ നമ്മൾക്ക് സമൃദ്ധിയായും സന്തോഷമായും സമാധാനമായും കുടുംബത്തിലെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഐക്യമത്യമായിട്ടും വരുവാനും എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.